Hello friends, welcome back to my channel D Cooks and Bakes. നമ്മളൊന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പച്ച കുരുമുളകൊക്കെ അരച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു തണ്ട് നല്ല പച്ച കുരുമുളകിൻ്റെ എടുക്കണം. പിന്നെ 2 പച്ചമുളക്, 2 ഇഞ്ച് പീസ് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 5-6 ചുള വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. നമുക്കിതെല്ലാം കൂടി അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ ചിക്കനാണ്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിക്കണം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനി നമുക്കൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ 2 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. സവാള എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്, അതുകൊണ്ട് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് 2 തക്കാളി അരച്ചെടുത്തതാണ്, അത് ചേർത്ത് നല്ലപോലെ ഇളക്കാം. ഇത് നല്ലപോലെ വഴറ്റി തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായി വരണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലെല്ലാം കറിയിൽ പിടിക്കുന്നവരെ ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി കറിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ്. നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.